ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു സൺഡേ വ്ളോഗ് കേട്ടോ. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ എല്ലാവരും എഴുന്നേൽക്കാൻ കുറച്ച് വൈകിട്ടുണ്ട്. അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് അതിന് ശേഷമുള്ള വീഡിയോ കേട്ടോ ഞാൻ എടുക്കുന്നത്. ആദ്യം തന്നെ ചെയ്യുന്നത് വെച്ചാൽ അടുപ്പിലെ വെണ്ണീരൊക്കെ വാരി പിന്നെ അടിച്ചു വാരി അപ്പോൾ അവിടെയൊക്കെ പൊടി ഉണ്ടാവുമേ, വെണ്ണീര് വാരിൻ്റെ വെണ്ണീര് പാറിയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ അടിച്ച് വാരിയിട്ട് പിന്നെ നന്നായിട്ട് തുടച്ചെടുക്കും കേട്ടോ അടുപ്പ്. ഇന്നിനി ഞാൻ അടുപ്പിൽ കത്തിക്കില്ല കേട്ടോ. അത് ഇന്നലെ ചോറ് വെച്ചതായിരുന്നു. എല്ലാ ദിവസമൊന്നും ഇപ്പോൾ കത്തിക്കാറില്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ, പുക പുറത്ത് പോകുന്നതുകൊണ്ട് തന്നെ എല്ലാ ദിവസമൊന്നും ഇപ്പോൾ കത്തിക്കില്ലേ. അതിനുശേഷം എൻ്റെ ഗ്യാസ് സ്റ്റവ് ഒരു സോപ്പ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കഴുകി തുടച്ചെടുക്കുവേ. എന്നാലേ നല്ല ഫ്രഷ് ഫീൽ കിട്ടുള്ളൂ. ഞാനിതൊക്കെ ഒന്ന് ചെയ്തതിന് ശേഷം ഉച്ചക്കത്തെ പരിപാടി നോക്കുന്നുള്ളൂ എന്ന് വെച്ചു. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, അത് സോപ്പിട്ട് കഴുകിയാൽ പിന്നെ നല്ല ഗ്ലേസിങ് വന്നിട്ടുണ്ടാവും. അപ്പം അത് എനിക്ക് എപ്പോൾ എൻ്റെ ഗ്യാസ് സ്റ്റവ് ഇങ്ങനെ വൃത്തിയായിട്ട് കാണാനാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ആദ്യം ഒരു തവണ തുടച്ച് പിന്നെ രണ്ടാമത് ഒന്നും കൂടി വൃത്തിയാക്കട്ടെ. പിന്നെ അവിടെ സൈഡിൽ എണ്ണ തെറിച്ചതും അങ്ങനെ പൊടിയോ അങ്ങനെയൊക്കെ ആയിട്ട് അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുവേ. പിന്നെ ഇനിയുള്ളത് കൗണ്ടർ ടോപ്പ് വൃത്തിയാക്കുക കേട്ടോ. രാവിലെ ഫുഡ് ഉണ്ടാക്കിയ കുറച്ച് അലങ്കോലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുക. ഈ മേലെയുള്ള ഭാഗങ്ങളൊക്കെ കൗണ്ടർ ടോപ്പും ഡൈനിങ് ടേബിള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുടച്ച് അതിന് ശേഷം ഞാൻ നിലമൊക്കെ അടിച്ചു വാരുകയുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നിലത്ത് ആദ്യം വൃത്തികേടാവില്ല എന്ന് വെച്ചിട്ട് ആദ്യം മുകളിലത്തെ കാര്യങ്ങളേ ചെയ്യുള്ളൂ. പിന്നെ ഇനിയുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ മുന്നേ പാത്രം കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ വാഷ് ബേസിനും അവിടെയുള്ള കൗണ്ടർ ടോപ്പൊന്നും അവിടെയുള്ള ഏരിയ ഒന്നും ഞാൻ വൃത്തിയാക്കിയിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കാനുണ്ട്. ഞാൻ ഒന്നാമതായിട്ട് പാത്രം കഴുകുന്ന വീഡിയോസൊന്നും എടുത്തിട്ടില്ലേ. എല്ലാ ദിവസവും ഒരേ കാര്യങ്ങൾ തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് മുഷിപ്പോവില്ലേ എന്ന് വെച്ചിട്ട് അതൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ വാഷ് ബേസിൻ വൃത്തിയായിട്ട് കഴുകി അവിടെയുള്ള സോപ്പ് വെക്കുന്ന ആ ഒരു ഏരിയയും എല്ലാം കഴുകിയിട്ട് ഞാൻ ഒരു തുണി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുക്കും. ഏകദേശം കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് ഉണങ്ങി വരുവേ. അപ്പോഴേക്കും ഉച്ചക്കത്തെ പാത്രം കഴുകാനാവും, അത് വേറെ കാര്യം. ഇന്ന് എല്ലാവരും ഉണ്ട് കേട്ടോ വീട്ടിൽ. ഏട്ടൻ കളിക്കാൻ പോയിട്ടുണ്ട്. പിന്നെ മക്കളുണ്ട്. ഞാൻ മക്കളെ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. കഴിഞ്ഞ തവണ മക്കളെ വീഡിയോ എടുത്തിട്ട് അത് യൂട്യൂബ് കമൻറ്റ് ഓഫാക്കിയിട്ടിട്ടുള്ളത്. അപ്പോൾ അതെടുത്തിട്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ വേഗം തന്നെ ചെന്നിട്ട് അടിച്ചു വാരി തുടക്കാനുള്ള പരിപാടി നോക്കും കേട്ടോ. ആദ്യം തന്നെ സിറ്റ് ഔട്ട് അടിച്ചു വാരിയേ. അവിടെ എന്താണെന്ന് വെച്ചാൽ മക്കൾ കയറി ഇറങ്ങിയിട്ട് നന്നായിട്ട് പൊടിയും ചെളിയും അവർ ചെളിയിലൊക്കെ കളിച്ചിട്ട് കയറി ഇറങ്ങിയിട്ട് നന്നായിട്ട് വൃത്തികേടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ റൂം, ഹോള് എല്ലാ ഭാഗത്തും പിന്നെ അടിച്ചു വാരി എടുക്കുവേ. ഞാനിത് പതുക്കെ കേട്ടോ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ പതുക്കെ ഓരോ വശത്തെയും പൊടികൾ തൂത്ത് വാരി എടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടാന്നേ ഉള്ളൂ. നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഞാൻ സ്പീഡിലാണ് എടുക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ വേഗം തന്നെ തുടക്കാൻ നോക്കും കേട്ടോ. തുടക്കാൻ തുടങ്ങി. ആദ്യം തന്നെ ഞാൻ വേഗം തന്നെ ഒന്ന് തുടച്ചിടും. അത് കഴിഞ്ഞാൽ മറ്റേതൊക്കെ പതുക്കെ ആയാലും കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ തുടച്ചിടുവേ. പക്ഷെ ഇന്ന് എല്ലാം ഒരുമിച്ച് തന്നെയാണ് തുടച്ചിട്ടുള്ളത്. സാധാരണ ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് അവിടെ തുടച്ചിടും.
പിന്നെ ഹാള് ഞാനെപ്പം കാണിക്കുന്ന പോലെ തന്നെ ഹാള് റൂമൊക്കെ എല്ലാ ദിവസവും അടിച്ചു വാരും, പക്ഷെ തുടക്കലില്ല കേട്ടോ. അത് മറ്റേ കാർപ്പറ്റ് വിരിച്ചതുകൊണ്ട് എല്ലാ ദിവസമൊന്നും തുടക്കാറില്ല. ഹാളും അടുക്കളയും എറിയും ഞാൻ എല്ലാ ദിവസവും തുടച്ചിടുവേ. പിന്നെ ഈ ഒരു ഏരിയ എന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഭയങ്കരമായിട്ട് മോശമായി കിടക്കുന്ന ഒരു ഏരിയ കേട്ടോ. കാരണം ഡൈനിങ് ടേബിളിൻ്റെ അടിയിൽ ഫുഡിൻ്റെ വേസ്റ്റും അതൊക്കെ കറിയൊക്കെ മറിഞ്ഞിട്ട് മക്കളുടെ കയ്യിൽ നിന്ന് അങ്ങനെയൊക്കെ കുറച്ച് വൃത്തികേടായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് നന്നായിട്ട് തുടക്കേണ്ടി വരും. പിന്നെ ഞാൻ വേഗം തന്നെ പോയിട്ട് തുണി കഴുകാൻ പോയിട്ടാ. അതിൻ്റെ ഇടയിൽ തന്നെ മക്കളെ കുളിപ്പിക്കലും അവർക്ക് ഫുഡ് കൊടുക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടേ. പറഞ്ഞ പോലെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. അലക്കുന്ന ഇവിടെ ടാപ്പ് ആക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ ഡ്രമ്മിനകത്ത് വെള്ളം നിറച്ചിട്ട് അത് കോരി ഒഴിച്ചിട്ട് വേണം അലക്കാനൊക്കെ. അപ്പം അതെന്താണെന്ന് വെച്ചാൽ ആദ്യം ഞങ്ങളുടെ മുറ്റത്തായിരുന്നേ അലക്ക് കല്ല്. അപ്പോൾ അവിടുന്ന് അലക്കുമ്പോഴൊക്കെ ചുമരിനൊക്കെ തെറിച്ചിട്ട് അവിടുന്ന് അലക്ക് കല്ല് മാറ്റിയിട്ട് കുറച്ച് പുറത്തോട്ടായിട്ട് കല്ലുണ്ടാക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് അവിടെ ടാപ്പ് ആക്കാൻ പറ്റിയിട്ടില്ല. ഇത് ചെയ്യുന്നത് കൊണ്ട് ഇപ്പോൾ എനിക്കത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. കാരണം വെള്ളം കിട്ടുന്നുണ്ടല്ലോ. വെള്ളമില്ലാണ്ട് എത്രയോ ആൾക്കാർ ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇതിനകത്ത് നിറച്ചിട്ട് അവിടെ നിന്ന് തന്നെ അലക്കി ഇട്ടാൽ മതിയല്ലോ. അങ്ങനത്തെ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ അലക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേഗം തന്നെ ചെന്നിട്ട് കുളിച്ചു കേട്ടോ. കുളിച്ച് കഴിഞ്ഞാൽ ഇനിയൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പം വേഗം തന്നെ കുളിച്ചിട്ട് പിന്നെ ഞാൻ എൻ്റെ സ്കിൻ കെയർ ചെയ്യുക കേട്ടോ. സ്കിൻ കെയർ എന്നൊന്നും പറഞ്ഞാലില്ല, മോയ്സ്ചറൈസർ ഇടും. പിന്നെ ഇപ്പം നല്ല വെയിലായതുകൊണ്ട് തന്നെ സൺസ്ക്രീനും ഉപയോഗിക്കുവേ. ഫേസിൽ വേറെ ഒന്നും തന്നെ ഉപയോഗിക്കില്ല കേട്ടോ. പൗഡർ ഇടും കുറച്ച്, എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ കുറച്ച് പൗഡർ ഇടും. കണ്ണും എഴുതും. അതുപോലെ വീട്ടിൽ നിന്നും തോന്നുകയാണെങ്കിൽ ചിലപ്പം കണ്ണെഴുതും, അല്ലെങ്കിൽ അതും ചെയ്യാറില്ല. പിന്നെ ഒരു ചന്ദനക്കുറി കൂടി തൊട്ട് കഴിഞ്ഞാൽ എൻ്റെ ഇന്നത്തെ സ്കിൻ കെയർ കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ഇന്ന് ചോറിന് വൻപയർ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് തോരൻ പോലെ ആക്കാൻ വേണ്ടിയിട്ട് പച്ചമുളക് അരിഞ്ഞിടും കേട്ടോ കുക്കറിലേക്ക്. അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് വെള്ളമൊക്കെ ഇട്ടിട്ട് ഞാൻ വേവിക്കാൻ വെക്കുവേ. അപ്പോൾ പയർ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പുറത്തെ അടുപ്പിൽ ചോറും വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അരി ഏകദേശം തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്തിട്ട് റൈസ് കുക്കറിനകത്തേക്ക് എടുത്ത് വെച്ചേ. അപ്പോൾ ഏകദേശം എൻ്റെ ബാക്കിയുള്ള പണികളൊക്കെ കഴിയുമ്പോഴേക്കും ചോറ് വെന്തിട്ടുണ്ടാവും. കറിയായിട്ട് ഉണ്ടാക്കുന്നത് പരിപ്പ് കറിയാണ് കേട്ടോ. പരിപ്പും പിന്നെ അതിനകത്ത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് എന്തോ ഒരു കറി, പ്രത്യേകിച്ച് അതിന് പേരൊന്നുമില്ല, സിമ്പിളാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടിയാക്കാമെന്ന് വെച്ചിട്ട് ഉരുളക്കിഴങ്ങ് അരിഞ്ഞിടലാണേ. നോക്കിയപ്പോൾ ഒരെണ്ണേ ഉണ്ടായിട്ടുള്ളൂ, അത് വലിപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അത് മതിയെന്ന് വെച്ചിട്ട് ഞാൻ അത് അരിഞ്ഞിട്ടു.
അപ്പോഴേക്കും പയർ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നേരത്തെ കുതിർത്ത് വെച്ചോണ്ട് ഒരു 2-3 വിസിലിൽ തന്നെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പം പയർ വെന്ത് കഴിഞ്ഞപ്പം ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് സാധാരണ നമ്മുടെ കറിയൊക്കെ വറുത്തിടൂലേ, കടുക് വറക്കൂലേ, അതേപോലെ കടുകും വറ്റൽമുളകും ഒക്കെ ഇട്ടിട്ട് അതിനകത്തേക്ക് പയർ ഇട്ട് മിക്സ് ചെയ്യുവേ. കുറച്ച് തേങ്ങയും കൂടി ഇട്ടു കേട്ടോ. പയറിനകത്ത് കുറച്ച് വെള്ളം കൂടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വറ്റട്ടെ എന്ന് വെച്ചിട്ട് ഞാനത് ചീനച്ചട്ടീനകത്ത് തന്നെ വെച്ചു. വെള്ളം വറ്റിക്കഴിഞ്ഞതിന് ശേഷം വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുള്ളൂ. പയർ എല്ലാം ആയിക്കഴിഞ്ഞപ്പോൾ ഞാനത് വേറെ പാത്രത്തിലേക്ക് ഇട്ടിട്ട് അടച്ച് വെക്കുക കേട്ടോ. ആ ചീനച്ചട്ടിയിൽ തന്നെ പിന്നെ ഉരുളക്കിഴങ്ങ് നേരത്തെ ഉരുളക്കിഴങ്ങ് മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് മെഴുക്ക് വരട്ടി ആ ചീനച്ചട്ടി തന്നെ ആക്കാമെന്ന് വെച്ചു. അപ്പം മെഴുക്ക് വരട്ടിയും ഏകദേശം ആവാറായിട്ടുണ്ട് കേട്ടോ. അതിനകത്തേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല അതൊക്കെ ഇട്ടിട്ട് വെളിച്ചെണ്ണയിൽ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ വേവിച്ചെടുക്കും കേട്ടോ. അത്രയേ ഉള്ളൂ, അല്ലേ ഇന്നത്തെ സിമ്പിൾ കറിയാണ്. പിന്നെ ഞാൻ അന്നേരം എടുത്ത് ഉപയോഗിച്ച പാത്രങ്ങൾ, കുക്കറും പ്ലേറ്റ് അങ്ങനെയൊക്കെയുള്ളതൊക്കെ കഴുകി എടുത്ത് വെക്കും കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞു പിന്നെ പാത്രം കഴുകുന്നത് കാണിക്കുന്നില്ല എന്ന്. രാവിലെ കാണിക്കാത്തതുകൊണ്ട് ഉച്ചക്ക് വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ, ഞാൻ ഓർമ്മിച്ചിട്ടില്ല. അപ്പം കഴുകിയാൽ പിന്നെ ലോഡ് ഉണ്ടാവില്ലല്ലോ എന്ന് വെച്ചിട്ട് ആ പാത്രങ്ങളൊക്കെ അന്നേരം തന്നെ കഴുകി. ഞാൻ പരമാവധി അങ്ങനെയൊക്കെ കഴുകാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. രാവിലെ മാത്രമേ ചില സമയങ്ങളിൽ അത് പറ്റാണ്ടുള്ളൂ. കാരണം രാവിലത്തെ ഒരു തിരക്കിൻ്റെ ഇടയ്ക്ക് അത് പറ്റലില്ല. അപ്പോൾ ഇടയ്ക്ക് തന്നെ കണ്ണൂർ ഭാഷ കയറി വരുന്നുണ്ടല്ലേ. ഞാൻ കണ്ണൂർ ഭാഷ എന്താ പറയാത്തതെന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവണമെന്നില്ല. പക്ഷെ എന്നാലും എൻ്റെ ഭാഷ എനിക്കിടയ്ക്ക് വരാറുണ്ട്. ഇനി ഉള്ളത് വൈകുന്നേരത്തെ വീഡിയോ കേട്ടോ. ഞാൻ ഭക്ഷണമൊക്കെ ആയി കഴിച്ചതിന് ശേഷം കുറച്ച് നേരം ഉറങ്ങി. പിന്നെ എന്തൊക്കെയോ പണികളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വൈകുന്നേരം എഴുന്നേറ്റിട്ട് ഒന്ന് കടയിൽ പോയി വന്നിട്ട് ചായ വെക്കും കേട്ടോ. അപ്പം ചായക്ക് മിക്സർ വാങ്ങിയിട്ട് അത് പ്ലേറ്റിനകത്തേക്ക് ഇട്ടിട്ട് ഏട്ടനും മക്കൾക്കും കൊണ്ട് കൊടുക്കുവാണേ. എന്നിട്ട് പിന്നെ ഞാനും അവരെ കൂടി ഇരുന്ന് ചായ കുടിച്ചു കേട്ടോ. മക്കൾ സിനിമ കാണുന്നുണ്ട്. ഏട്ടനും ഉണ്ട് അവിടെ ഇരുന്ന് കാണുന്നത്. ഏതാ സിനിമ എന്ന് വെച്ചാൽ ജൂനിയർ മാൻഡ്രേക്ക്. അവർക്ക് ഒന്ന് ഇട്ട് കൊടുത്തതാണ് മക്കൾക്ക്. അപ്പോൾ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആ സിനിമ. പിന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മിറ്റടിച്ച് വാരാൻ ഇറങ്ങി കേട്ടോ. ഈ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് പൊടിയുണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ടിലത്തെ മിറ്റം അടിച്ചു വാരി. പിന്നെ എവിടെയാ വഴി അടിച്ചു വാരണുണ്ട്.
നാരായണ അമ്മയായ നാശയം ദേവിയായ നാശയം ലക്ഷ്മിയായ നാശയം ഭദ്രയായ നാശയം അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. പിന്നെ ഇന്ന് ഞങ്ങളുടെ അപ്പൂസിൻ്റെ പിറന്നാളായിരുന്നു കേട്ടോ. അപ്പം എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് അപ്പൂസാട്ടോ. അപ്പോൾ അവൻ്റെ പിറന്നാൾ ഞങ്ങൾ ചെറിയതായിട്ട് ഒരു പായസം വെച്ച് ആഘോഷിക്കാമെന്ന് വെച്ചു. അപ്പോൾ സേമിയ പായസം വെക്കുന്നത് കേട്ടോ. സേമിയ മിക്സ് ആട്ടോ വാങ്ങിയേ. അപ്പോൾ അതാണെങ്കിൽ എളുപ്പത്തിൽ കഴിയാമല്ലോ. അപ്പോൾ 2 പാക്കറ്റ് മിക്സ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ 2 കവറ് പാൽ ഒഴിച്ചിട്ട് അതിനകത്ത് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം പായസത്തിന് അടുപ്പ് കത്തിച്ച് പാൽ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് വെള്ളവും കൂടി ഒഴിച്ചു. പാല് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഞാൻ 2 കവറ് സേമിയ മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ ഉണ്ടല്ലോ പാല് പാട കിട്ടും. അപ്പോൾ ഇത് പായസം പാട കിട്ടല്ലേ അടിയിൽ പിടിക്കുകയും ചെയ്യും. അപ്പോൾ അതിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. ഈ സേമിയ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏകദേശം 15-20 മിനിറ്റൊക്കെ മാക്സിമം എടുത്തിട്ടുള്ളൂ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അത്രയേ ഉണ്ടാവുള്ളൂ. അപ്പോൾ പാല് സേമിയ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ ഇളക്കി കൊടുക്കൽ മാത്രമേ അതിനായിട്ട് ഒരു പണി എന്ന് പറയാനുള്ളൂ. വേറെ ഒന്നും അതിനകത്ത് കാര്യമായിട്ടൊന്നുമില്ല. പഞ്ചസാരയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ആ മിക്സിനകത്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ടേ. ഇളക്കി കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് നെയ്യും കൂടി അതിനകത്ത് ഒഴിച്ചിട്ടുണ്ടേ. അത് കഴിഞ്ഞിട്ട് പാല് നന്നായിട്ട് കുറുകി വന്നപ്പോൾ എനിക്ക് ഇത് പോരാൻ തോന്നിയപ്പോൾ ഞാൻ 1 പാക്കറ്റ് പാലും കൂടി അതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ കുറേ പേരുണ്ട്, ഞങ്ങൾ 3 വീട്ടിലും കൂടി കുറേ പേരുണ്ട്, എല്ലാവർക്കും വേണമല്ലോ. അപ്പം ആ പാലും ഒഴിച്ച് മധുരം നോക്കിയിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടേ. അഥവാ മധുരം കുറഞ്ഞു പോയാലോ എന്ന് വെച്ചിട്ട് പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് മാക്സിമം ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ച് ആ പാല് തിളച്ച് കുറച്ച് കുറുകി വരുന്ന വരെ ഇളക്കിയിട്ട് തീ ഓഫ് ചെയ്യുവേ. ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചിട്ട് അടച്ച് വെച്ചു കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ പണി. പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ അപ്പൂന് കൊടുക്കണം, മക്കൾക്ക് കൊടുക്കണം, എല്ലാവർക്കും കൊടുക്കണം. അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞാൻ കിടക്കാൻ നോക്കും കേട്ടോ. മക്കളൊക്കെ ഉറങ്ങിയിട്ടുണ്ട്. കുറേ ആയി എന്നോട് ഹെയർ കെയർ വീഡിയോ ചോദിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കാര്യമായിട്ടുള്ള ഹെയർ കെയറോ ഷാമ്പുവോ കണ്ടീഷണറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. ഇങ്ങനത്തെ പണ്ടത്തെ ആൾക്കാർ ചെയ്യുന്ന പോലെ എണ്ണ വെച്ച് കുളിക്കൽ. പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ ഡെയിലി എണ്ണ വെച്ച് കുളിക്കാറുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ആഴ്ചക്കൊരിക്കൽ അല്ലെങ്കിൽ 2-3 ദിവസം കൂടുമ്പോൾ ഒരിക്കലൊക്കെ തേക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ രാത്രി കിടക്കാൻ നേരം മുടി 2 വശത്തേക്ക് വിട്ടിട്ട് നന്നായിട്ട് ചീകി ജടയൊക്കെ കളയുന്നുണ്ട്. നമ്മൾ ഈ മുടി ചീകുന്ന സമയത്ത് രാവിലെയും വൈകുന്നേരവും മുടി ചീകുന്ന സമയത്ത് കോമ്പ് നന്നായിട്ട് തലയോട്ടിയിൽ തട്ടുന്ന വിധം ചീകണം കേട്ടോ. അപ്പം നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് ഉണ്ടാവും. അപ്പം കുറച്ചും കൂടി പല്ലിന് ഗ്യാപ്പുള്ള ചീപ്പ് ഉപയോഗിച്ചാൽ അത്രയും നല്ലത്. അത് കഴിഞ്ഞ് മുടി നന്നായിട്ട് ചീകിയതിന് ശേഷം നമുക്കാവുന്ന സമയം ഒരു 10-15 മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. 2 കൈ കൊണ്ട് മസാജ് ചെയ്ത് കൊടുക്കണം.
ഈ മുടി ഇല്ലാത്ത ഏരിയ ഉണ്ടല്ലോ, ചില സ്ഥലത്ത് നമുക്ക് മുടി ഉണ്ടാവില്ല. അപ്പോൾ ആ സ്ഥലത്ത് നന്നായിട്ട് കുറച്ചും കൂടി നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്താൽ കുഞ്ഞു കുഞ്ഞു മുടികൾ പെട്ടെന്ന് വരുന്നത് നിങ്ങൾക്ക് കാണാം കേട്ടോ. അപ്പം എൻ്റെ മുടിയിൽ തന്നെ ഈ നടുവിൽ ആയിട്ട് കുറച്ച് മുടി കയറി നിൽപ്പുണ്ട്, അത് കുറവാണ്. അതിപ്പോൾ ആയതാട്ടോ. മുടി കുറേ പോയിട്ട് പൊട്ടിപ്പോകുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഉണ്ടായതാണ്. അപ്പോൾ ഞാൻ അവിടെയൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മുടി നമ്മുടെ തല താഴോട്ടേക്ക് ഇട്ടിട്ട് കുനിഞ്ഞ് നിന്നിട്ട് നന്നായിട്ട് മുടി ചീപ്പ് കൊണ്ട് ചീകി ഒതുക്കണം കേട്ടോ. ജടയൊക്കെ കളഞ്ഞിട്ട് നമ്മുടെ മുടിയുടെ ഇവിടെ ഇല്ലേ, ഉച്ചിന്ന് തന്നെ നന്നായിട്ട് ചീവി എടുക്കണേ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നിന്നിട്ടും കൂടി ഒരു 10 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുത്താൽ നല്ലതാണ്. ഇതും ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിന് നല്ല കേട്ടോ. പിന്നെ മസാജൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മുടി മുകളിലേക്ക് പൊക്കി കെട്ടി വെക്കും കേട്ടോ. ഇടയ്ക്ക് പിന്നി ഇടാറുണ്ട്. ഇങ്ങനെ കെട്ടി വെച്ചിട്ട് അവിടെ ഒരു ബണ്ണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടും. മുടി അഴിയാതെ നിൽക്കുവാണെങ്കിൽ പിന്നെ വേറെ ഒന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് അങ്ങനെ ഒരു ബണ്ണ് വേണം. അപ്പോൾ ഹെയർ കെയറൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ബ്രഷ് ചെയ്യാൻ പോയി കേട്ടോ. ബ്രഷ് ചെയ്ത് കഴിഞ്ഞ് ഇനി ഞാൻ കിടക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ബൈ.